ഏ മന്ദിക്കിന്റെ കിതാബ് എന്തിനെ പറ്റുള്ളൂ എന്നാ അപ്പൊ പുതിയ കണ്ടുപിടുത്തം. തലക്കത്തൊരു പേജിൽ ബിസ്മി എന്തുണ്ടാവുന്നു അതുകൊണ്ട് കീറിക്കളയാ, ബേക്കിലെ പേജിൽ ചിലപ്പോൾ അബ്ദുൽ സലാത്ത് ഉണ്ടാവും അതുകൊണ്ട് കീറിക്കളയാ, ബാക്കിയുള്ളതൊക്കെ പാടെ മന്ദിക്കിന്റെ കിതാബ് കൊണ്ട് പമ്പേഴ്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, ഇബ്ലീസ് തരീഖത്ത് എന്നാണ് അതിന്റെ പേര് ഇപ്പൊ പുതിയ. ഈ പമ്പേഴ്സ് ഉണ്ടാക്കി നടക്കുന്നവർക്ക് അഖീദന്റെ അലിഫ് ബാത്ത പഠിക്കാൻ കഴിയൂല. ഖുർആനും സുന്നത്തും തിരിയണമെങ്കിൽ അറബി ലോകത്തിലെ നഹ്വ് സർഫ് പഠിക്കാതെ കഴിയില്ല. എന്നതുപോലെ ഇൽമുൽ കലാമ് മനസ്സിലാവണമെങ്കിൽ ഇൽമുൽ മന്തിഖ് കൂടാതെ കഴിയില്ല. കാരണം അറബിയത്തിനെ സംബന്ധിച്ച് നഹ്വ് സർഫിന്റെ സ്ഥാനം എന്തോ ഇൽമുൽ കലാമിനെ സംബന്ധിച്ച് അതേ സ്ഥാനമാണ് മന്തിഖിന്. വിഷയം നീണ്ടുപോകും, എന്നാലും ചിലത് ഉണർത്താതെ നിവർത്തില്ല. മന്തിഖ് രണ്ട് തരമുണ്ട്. ഒന്ന് ഖദീമായ ഖുദമാഇന്റെ മന്തിഖ്, അത് ഫൽസഫയുടെ, മനസ്സിലാക്കണം, ഫൽസഫയുടെ നഹ്വ് സർഫായിരുന്നു. ഫൽസഫ പല അനിസ്ലാമികമായ മതനിഷേധ സംബന്ധമായ പലതിലേക്കും മനുഷ്യനെ കൂട്ടുന്നു, കുഫ്രിയത്തിലേക്കും ഒക്കെ കൂട്ടുന്നു. അതുകൊണ്ട് അതിന്റെ നഹ്വ് സർഫിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഖദീമായ മന്തിഖിനെ സംബന്ധിച്ച് നമ്മൾ ഇമ്മത്തിൽപ്പെട്ട പല ഇമാമിയങ്ങളും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമി മന്തിഖിന്റെ അഹ്ലുകാർ മന്തിഖ് എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തെ ഉടച്ചു വാർത്ത് സംസ്കരിച്ച് ഇസ്ലാമിന്റെ അഖീദയുമായി ഒത്തുപോകുന്നതല്ലാത്ത ഫൽസഫക്കാർക്ക് മാത്രം ഗുണം ചെയ്യുന്ന വക എടുത്തു മാറ്റി മന്തിഖിനെ സ്ഫുടം ചെയ്ത് തസ്ഫിയത്ത് ചെയ്തെടുത്തു. അങ്ങനെ മന്തിഖിനെ തസ്ഫിയത്ത് ചെയ്തെടുത്തതിന് ശേഷം ഇൽമുൽ കലാം എന്ന് പറയുന്ന അഖീദന്റെ ഫന്നിന്റെ നഹ്വ് സർഫാക്കി അവർ മാറ്റി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മന്തിഖ് ഇസ്ലാമിയായ മന്തിഖാണ്. എന്ന് പറഞ്ഞാൽ പഴയ ഫൽസഫക്കാരുടെ മന്തിഖിനെ സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് ശുദ്ധിയാക്കിയ മന്തിഖാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മന്തിഖിന്റെ ഹുക്കുമ് ഇമാം മൊസാരി ഉൾപ്പെടെയുള്ള മഹാന്മാർ, ഇമാം റാസി ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ പറഞ്ഞത് ഫർള് കിഫായിയാണ്. എന്തുകൊണ്ട്? അഖീദ സംരക്ഷിക്കാൻ വേണ്ടി ഇൽമുൽ കലാമ് ഫർള് കിഫായിയാണ്. എല്ലാവരും ഇൽമുൽ കലാം പഠിച്ചോളണമെന്നൊന്നുമില്ല, അഖീദ പഠിച്ചാൽ മതി. പക്ഷെ അഖീദ സംരക്ഷിക്കണമെങ്കിൽ ഇൽമുൽ കലാം വേണം. അതിന് ഉലമാ ഉണ്ടായാൽ മതി, ഒറ്റപ്പെട്ട ഉലമാകൾ, ഓരോ പ്രദേശത്തും ഓരോ ഉലമാക്കൾ ഉണ്ടായാൽ മതി. അപ്പൊ ഉലമാന്റെ മേലില് ഇൽമുൽ കലാം ഫർള് കിഫായി ആയതുകൊണ്ട് ഇൽമുൽ കലാമിന്റെ നഹ്വ് സർഫിന്റെ സ്ഥാനത്തുള്ള ഇന്നത്തെ മന്തിഖ്, ഈ സംസ്കരിച്ച് ശുദ്ധി ചെയ്ത ഈ മന്തിഖ് ഫർള് കിഫായിയ. ഇത് രണ്ടും വേറിച്ച് തിരിയാതെ കാടടച്ചു വെടിയൊക്കെയാണ്. മന്തിഖിനെ പറ്റി അങ്ങനെ പറഞ്ഞിണല്ലോ, മന്തിഖടോ രണ്ടുണ്ട്. ഒരു ഖദീമായ മന്തിഖും ഉണ്ട്, ഒരു ഹദീസായ മന്തിഖും ഉണ്ട്. ഖദീമായ മന്തിഖ് ഫൽസഫന്റെ നഹ്വ് സർഫിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അതിൽ പല കുഫ്രിയത്തിലേക്കും ബലാലത്തിലേക്കും വഴി തിരിച്ചു വിടുന്നതുണ്ട്. ഇസ്ലാമി മന്തിഖ് അങ്ങനെയല്ലാതെ സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് അഖീദന്റെ നഹ്വ് സർഫാക്കിയതാണ്. അതാണ് നമ്മൾ ഫയ്യാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഓതുന്ന ഈ മന്തിഖിന്റെ കിതാബുകളൊക്കെ ഈ ഇസ്ലാമിന്റെ നഹ്വ് സർഫിന്റെ അഖീദന്റെ നഹ്വ് സർഫിന്റെ സ്ഥാനത്തുള്ള മന്തിഖാ ഓതുന്നത്. അത് തിരിയാതെ അഖീദ തിരിയില്ല. ഈ പറഞ്ഞപ്പോ വേറെ ഏത് ഫന്നിലാ പറയുന്നത്? ഉമൂമു ഖുസൂസു മിൻ വജ്ഹി, ഉമൂമു മുത്ലഖ് എന്നൊക്കെ പറഞ്ഞാൽ മന്തിഖ് തിരിയാത്തവർക്ക് എന്തോരൊക്കെയാ തിരിയാ?